വാട്സപ്പ് ഈശോയിലോട്ട് മൈൻക്രാഫ്റ്റ് ഒരു പുതിയ ഡേയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം ലെറ്റ്സ് പ്ലേയുടെ വീഡിയോ ആയിട്ടാണ്. ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ സോറി പറയുകയാണ്, നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടാൻ ഞാൻ ഓക്കെ. നമുക്ക് കുറച്ച് മടി ആയിരുന്നു, പിന്നെ റെക്കോർഡിങ് ഇഷ്യൂ. ഓക്കെ, നമ്മളെന്തായാലും ഇനിയും ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കും. ഓക്കെ, അതല്ലേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൻ ആൾ നോട്ടിഫിക്കേഷനും ഗ്രാഫ്റ്റ് പ്ലേസിൻ്റെ പവർ കാണിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഇന്ന് പണിയാൻ പോകുന്നത് അയൺ ഫാം കേട്ടോ. അയൺ ഫാം അവിടെ ഭാഗത്താണ് നമ്മൾ പണിയാൻ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്താണ് അയൺ ഫാം പണിയുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു അയൺ ഫാമാണ് നമ്മൾ പണിയാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പം ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് അയൺ ഫാം പണിയാൻ പോകുന്നതാണ്. നമ്മുടെ ആ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പുറത്തോട്ടാണ് ഈ അയൺ ഫാം വരുന്നത് വെച്ചാൽ നമ്മുടെ ഈ ബ്രീഡറിൻ്റെ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ നിന്ന്. ഓക്കെ, അതിൽ നമുക്ക് അയൺ ഫാം പണിയണം. അതിന് റിസോഴ്സസ് കാണിച്ചു തരാം. നമ്മൾ ബെഡ് മാത്രമേ അതിനകത്ത് വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള എൻ്റെ കയ്യിരിപ്പുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും അയൺ ഫാം പണിയണം. അയൺ ഫാം പണിയിട്ട് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ ചെറുതാണെന്ന് തോന്നുന്നു. അവിടെ വെക്കാൻ പറ്റും സംശയമാണ്. അന്നേരം ഈ സ്ഥലത്ത് തന്നെ അതിൻ്റെ ഇച്ചിരി ഫ്രണ്ടിലോട്ട് വെക്കാൻ പണിയും കഴിച്ച് നമുക്കെന്തായാലും. ഓക്കെ, നമ്മളെന്തായാലും ചെസ്റ്റിലാണ് ഇതെല്ലാം എടുത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ കൈ കൊണ്ടാണ് നമ്മൾ ഫുള്ളാവും. ഓക്കെ, നമുക്ക് അയൺ ഫാം പണിയാനുള്ളതാണ് അതുകൊണ്ട് തന്നെ. പിന്നെ നമ്മളെ ബ്രീഡർ ഇപ്പോൾ വർക്കിംഗ് ചെയ്യേണ്ട കാണിയാവോ, ജസ്റ്റ് ഒരു പണി കിട്ടി. ഒരു വില്ലേജർ അതിനകത്ത് ഒരു വട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ സീനില്ല, പിന്നെ കൊണ്ടിട്ടു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ബ്രീഡറിൽ വരുന്ന ആൾക്കാരെല്ലാം ഇങ്ങോട്ടാണ് വരുന്നത്, ഇവിടോട്ടാണ് എത്തിട്ടേക്കുന്നത്. അന്നേരം ഇതിനകത്തൊരു ബ്രീഡറിനകത്ത് വീണ്ടും ഒരാൾ പോയി. ഈ വീണ്ടും ഇതിനകത്തുള്ളൊരു ഫാർമർ അതിൻ്റെ അടിയിലോട്ട് പോയി. ഈ ഒരു ബേബി വില്ലേജർ വന്ന വഴിയിൽ റൂട്ടിൽ പോയി. അന്നേരം അയാൾ പിന്നെ എടുക്കാൻ പറ്റത്തില്ല. വേറെ വില്ലേജറിനെ കൊണ്ടിട്ട് മാർക്ക് ജോബ് എടുക്കാൻ വേണ്ടി കമ്പോസ്റ്റർ വന്ന് പൊട്ടിച്ചിട്ട് വെച്ചപ്പോഴത്തേക്ക് ദാണ്ട് ഇവിടെ ഇരിക്കുന്നു. ഇവന്മാരാണ്ട് എടുത്തുകൊണ്ട് പോയി ജോബ്. പക്ഷേ അത് ഭയങ്കര സീനായിരുന്നു. പിന്നെ ഞാനത് ഓഫാക്കിയിട്ടു. പിന്നെ ഇവന്മാരെന്തായാലും അപ്പം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വീണ്ടും ഈ ബ്രീഡർ വർക്ക് ചെയ്യിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പം ആൾക്കാരില്ല. കാരണം അത്രയൊക്കെ വില്ലേജസ് ഇല്ല, 14-12 വില്ലേജ് മാത്രമേ ഉള്ളൂ. ഇവന്മാർ ഇവിടെ കൊണ്ടുവരണം. അതുകൊണ്ട് ഇവിടെ വാണ്ടറിങ് ട്രേഡറൊക്കെ നടപ്പുണ്ട്. ഓക്കെ, നമുക്കന്നേരം അയൺ ഫാം പണിയണം. അതിന് മുമ്പ് പണിയിൽ ഇപ്പം എല്ലാം ഇത്ര റിസോഴ്സസാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ലീഫ് വേണം, ഇതൊക്കെ അത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. നമുക്കെന്തായാലും ഇനിയും പണിയാം. അതിന് മുമ്പ് നമുക്ക് ഈ ലീഫ് എടുത്ത് വെച്ചിട്ട് വേണ്ടി എന്തായാലും നമുക്ക് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ലീഫ് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ലീഫ് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പൊട്ടിച്ച് അവിടെ സ്ഥലമില്ല. നമുക്കെന്തായാലും ഇനി ബാക്കി കുറച്ച് മൈനിങ് ആണ്, അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ കുറച്ച് മൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും മൈൻ ചെയ്തിട്ടുണ്ട്. അടിയിൽ നിന്ന് അവിടെ കുറച്ച് ലീഫും വെച്ച് മൈൻ ചെയ്തു, ഇത്രയേ ഉള്ളൂ. അവിടെ സ്റ്റെപ്പ് കയറാൻ വേണ്ടി കുറേ സ്ലാബ് വെച്ചിട്ടുണ്ട് മേലോട്ട് കയറാൻ വേണ്ടി. പിന്നെ ഇവിടെ നമുക്ക് എന്തായാലും ഇപ്പം താഴോട്ട് മൈൻ ചെയ്തെടുത്ത് ഇവിടെ കുറച്ച് ബ്ലോക്ക് വെക്കണം. എന്തിനാന്ന് വെച്ചാൽ ബെഡ് വെക്കാനാണ്. ഓക്കെ, ബെഡ് വെക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് നമുക്ക് എന്തായാലും ഇവിടോട്ട് വെക്കാം. 20 ബെഡാണ് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത്. 20 ബെഡും 20 ഫെച്ചിങ് ടേബിളും ഒരു ഹോപ്പർ, ചെസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വേണം. ഓക്കെ, ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യം വരും, നിങ്ങൾക്കത് നോക്കി പണിയാം. എൻ്റെ നോക്കി പണിയാൻ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെട്ടിച്ചാണ് ഇടുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ബെഡ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മേളിൽ വെക്കണം. കാരണം ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് എല്ലാം കയ്യിലെടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇൻവെൻറ്ററി തുറന്ന് വീണ്ടും എടുക്കാം. നമുക്കതിൽ ഇത് കുറച്ചായിട്ട് വെക്കാം. ഓക്കെ, ഇവിടോട്ട് വെക്കാം. അവിടെ ഒരു ബ്ലോക്ക് അറിയാതെ വെച്ചിരിക്കുന്നത്, കുഴപ്പമില്ല. ഇതൊക്കെ പൊളിച്ച് കളഞ്ഞേക്കാം. ഓക്കെ, ഞാൻ അയൺ പിക്കാക്സ് എൻ്റെ അയൺ ഇരിപ്പുണ്ട്, പക്ഷേ ഞാൻ അവിടെ വീട്ടിൽ വെച്ചേക്കാം. പിന്നെ അവിടെയും പോകാൻ എനിക്ക് മടിയാണ്. അതുകൊണ്ട് നമ്മുടെ തന്നെ ഈ സമയത്തിൽ ഈ ബെഡെല്ലാം ഇവിടെ വെക്കാം. എന്നിട്ട് ബെഡ് ഇത്രയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴോട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഇവിടെ അപ്പുറത്തോടെ വെച്ചിട്ട് നമുക്ക് താഴോട്ട് വെക്കാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ വെക്കേണ്ടതെന്ന്. ഒക്കെ മനസ്സിലായി കാണും. താഴത്തെ ബ്ലോക്ക് പിടിച്ചിട്ട് അതിൻ്റെ അടിയിലോട്ട് ബെഡ് വെക്കുക, അത്രയും സിമ്പിളാണ്. ഓക്കെ, നമുക്കെന്തെങ്കിലും ചെറിയൊരു ലഗടിച്ചു എന്തോ അത് നമ്മൾ കാര്യമാക്കണ്ട. ഓക്കെ, നമുക്കെന്തെങ്കിലും ഈ ബെഡെല്ലാം വെക്കണം. ഇന്നത്തെ ഏറ്റവും ടാസ്ക് വില്ലേജസിനെ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും ഞാൻ വില്ലേജസിനെ കൊണ്ടുവരുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് പാടാണ് വില്ലേജിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ. ഓക്കെ, ഭയങ്കര പാടാണ്. അത് ബോട്ടിൽ ഞാൻ ലീഷ് വെച്ച് ബോട്ട്, എന്നിട്ട് 3-4 ബോട്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റ് ചെയ്തിട്ട് അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് വീണ്ടും ബ്രീഡ് ചെയ്യിക്കണം. കാരണം അവിടെ കുറേ എണ്ണം ഇല്ലല്ലോ, കുറേ വില്ലേജ് ഇല്ല. അവന്മാർ താഴോട്ടിട്ടാൽ പിന്നെ സീനില്ല, എളുപ്പമാണ്. നമുക്ക് എന്തായാലും ഇത്രയും ബെഡ് ഇനി ഇങ്ങോട്ട് കുറച്ചുകൂടി ബെഡ് താഴോട്ട് വെക്കാം.
പൈസ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് ലിസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടെടുത്താണ് വലിയ ആൾ നോട്ടിഫിക്കേഷൻ നമ്മുടെ മൈൻക്രാഫ്റ്റ് വിലൈസിൻ്റെ പവർ കാണിക്കുക. ഗൈസ് നമ്മൾ എത്ര വീഡിയോ ഇട്ടിട്ട് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല, എന്തുകൊണ്ട്? ഗൈസ് ഞാൻ നിങ്ങൾക്ക് ചലഞ്ച് തരാം. നിങ്ങളൊരു മൈൻക്രാഫ്റ്റ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയും. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യേണ്ട. ബട്ട് നിങ്ങൾ മൈൻക്രാഫ്റ്റ് പ്ലെയർ ആണെങ്കിൽ, നിങ്ങൾ മൈൻക്രാഫ്റ്റിന് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളൊരു PC പ്ലെയർ ആണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാം. ഒരു ബെഡ്റോക്ക് പ്ലെയർ ആണെങ്കിൽ ബെഡ്റോക്ക് പ്ലെയർ ആണ്, മൊബൈൽ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ജാവ പ്ലെയർ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെഡ്റോക്ക് പ്ലെയർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഞാൻ എന്തിനാണ് മേളിലോട്ട് കയറി പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബെഡ് കാണുന്നില്ല. 4 ബെഡ് എൻ്റെ ഇപ്പോൾ കയ്യിലുള്ളൂ. ബെഡ് നമുക്ക് 4 ബെഡ്. അന്നേരം എനിക്കൊന്ന് ചെസ്റ്റിൽ കാണും വെച്ച് നോക്കാം. അതാ അവിടെ ഒരു ഇപ്പോൾ ഉണ്ട്. നമുക്ക് എന്തായാലും അതിന് മുമ്പ് സ്ലീപ്പ് ചെയ്യാം. നൈറ്റായില്ലേ, എന്താ കയ്യിലൊക്കെ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാകുന്ന ശേഷം നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മീൻസ് സൗണ്ട്, പുറമെ വണ്ടി പോകുന്ന സൗണ്ട്, അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ആ ബെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനും ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചാൽ നമ്മളിവിടെ ലീഫ് വെച്ചിട്ടുണ്ട്. 9x9 ലീഫ് വെച്ചിട്ടുണ്ട്. ഇനി ലീഫ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം കഴിച്ച് നിങ്ങൾക്ക് എങ്ങനെ പണിയുന്നതെന്ന്. നിങ്ങൾ ട്യൂട്ടോറിയൽ കാണുമ്പോൾ ഇച്ചിരി മനസ്സിലാവും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 9x9 ലീഫ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ട്, അവിടെ കുറേ സ്ലാബ് വെച്ചിരുന്നത്. ആ ലീഫ് 9x9 രണ്ട് സൈഡിൽ നിന്ന് 3 എണ്ണം വെച്ച് പൊട്ടിക്കും ലീവ്സ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് 3 സ്ലാബ്സ് വെക്കും. എന്നിട്ട് നടുക്കൊരു സ്ലാബ് കൂടെ വെക്കും. ഇങ്ങനെ വെക്കും. ഇനി ഈ താഴോട്ട് ഇറങ്ങാൻ വെച്ചിരിക്കുന്ന സ്റ്റെപ്പാണ് ഇട്ടത്, അല്ല ഇതിനകത്ത് വരുന്നില്ല. പിന്നെ നമ്മളിവിടെ 3 അടി താഴോട്ട് കുഴിക്കും. പിന്നെ അതിന് ശേഷം അവിടെ സ്ക്വയർ ഉണ്ടാക്കും. 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും പിന്നെ 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട് എല്ലാത്തിനും. പിന്നെ അവിടുന്ന് താഴോട്ട് 5 ബ്ലോക്ക് താഴോട്ട് വീണ്ടും കുഴിക്കും. എന്നിട്ട് അവിടെ ക്ലിയർ ആക്കും വീണ്ടും ഫുള്ള്. പിന്നെ നമ്മൾ ബെഡ് വെക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ബെഡ് വെക്കുന്നത്, അത് തന്നെ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി കാണത്തില്ല, എന്നാലും ഞാൻ വിചാരിക്കുന്നു മനസ്സിലായിരുന്നു. ഓക്കെ, നമ്മുടെ ചാനലാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിടുന്നൊന്നുമില്ലെങ്കിൽ അല്ലാണ്ട് ഫിഷിട്ട് മൈൻക്രാഫ്റ്റ് വില്ലേജിൻ്റെ പവറാണ് കേട്ടോ. നമ്മളിപ്പം 100 സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. കേസ് നമുക്ക് എന്തായാലും ഇവിടോട്ട് ബെഡ് വെച്ചതിന് ശേഷം ഇവിടോട്ട് ബെഡ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഏരിയ അടയ്ക്കണം. കാരണം മേലോട്ട് ഇനി വില്ലേജിനെ കൊണ്ടുവരണം, ഫ്ലെക്സിങ് ടേബിൾ വെക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് വർക്കാവുന്നൊന്നും എനിക്കൊരു പിടിയില്ല. എൻ്റെ ഇത് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റായിരിക്കത്തില്ല. ഓക്കെ, നമുക്കെന്തായാലും പണിയാം. ബ്ലോക്ക് കേസ് നമുക്കെന്തായാലും ബ്ലോക്ക് വെച്ചതിന് ശേഷം ഇവിടെയൊക്കെ കുറേ വെക്കാനുണ്ട്. കുറച്ച് ഞാൻ വെക്കട്ടെ, കുറച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെക്സിങ് ടേബിൾ വെക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് വെച്ചിട്ട് കാണാം. അപ്പോൾ ഞാൻ ലാസ്റ്റിലത്തെ ഫ്ലെക്സിങ് ടേബിളോട് വെച്ചിട്ട് ശേഷം നമുക്കിനി 20 വില്ലേജിനെ കൊണ്ടുവരണം. 20 വില്ലേജിനെ അവിടെ കൊണ്ടിട്ടിട്ട് കാണാം. 2000 years later. അപ്പോൾ ഞാൻ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വില്ലേജിനെ കൊണ്ടിട്ട് നമുക്കിനി ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ലാസ്റ്റിലത്തെ കുറച്ചുകൂടെ വെക്കാനുണ്ട്. അത് വെച്ച് കഴിഞ്ഞ് ലാസ്റ്റിലത്തെ ഇതോടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇല്ലം ചേപ്പർ ഉണ്ടാക്കണം. നമ്മൾ 20 വില്ലേജിനെ കൊണ്ടുവരാൻ പെട്ട പാട് എനിക്ക് അറിയത്തുള്ളൂ. ഞാനാണെങ്കിൽ 20 വില്ലേജിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പണി കിട്ടി. 20 വില്ലേജിനെ കൊണ്ടുവരാൻ തന്നെ 2-3 മണിക്കൂർ എടുത്തു. എന്നിട്ട് രാത്രി പിന്നെ റെക്കോർഡ് ചെയ്തില്ല. അന്നേരം ഞാൻ വില്ലേജിനെ എല്ലാം കൊണ്ടിട്ടിട്ട് റെക്കോർഡ് ചെയ്ത് ഓഫാക്കി. എന്നിട്ട് റെക്കോർഡിങ് അല്ല മൈൻക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങി. പിന്നെ പിറ്റേ ദിവസം എണീച്ച് കളിച്ചപ്പം നമ്മുടെ ഒരു വില്ലേജറിനെ അവിടെ കൊണ്ടിടാനുണ്ടായിരുന്നു. മറ്റൊരു വില്ലേജ് ചത്തു പോയിരുന്നു. അത് വീണ്ടും കൊണ്ടിട്ടപ്പോൾ എൻ്റെ ഒരു കൈ തട്ടി അവന് ഒരു ഡാമേജ് അടിച്ചപ്പോഴേ ചത്ത്. അതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കൊണ്ടിട്ടപ്പം തന്നെ അവർക്ക് ലൈഫ് പോയായിരുന്നു. അങ്ങനെ ചത്തയാണ്. പിന്നെ ഞാൻ കുറേ വീണ്ടും കൊണ്ടിട്ട് ഒരെണ്ണത്തിന്. പിന്നെ ലാസ്റ്റ് നമ്മൾ അങ്ങനെ ഫുൾ വില്ലേജിനെ കൊണ്ടിട്ട് അത് ഭയങ്കര പണിയായിരുന്നു. 2-3 മണിക്കൂറല്ല, 4-5-6 മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ടതിന് വേണ്ടി. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇത് ഇവിടെ ലാവ് ഒഴിക്കണം. ലാവ് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ വെക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ലാവ് ഒഴിക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു 3 സൈനിങ് ബോർഡ് വെച്ച് ചെയ്യണം. പിന്നെ അതിന് ശേഷം അവിടെ കുറച്ച് ബ്ലോക്ക് വെച്ചേക്കുന്നുണ്ടോ ഇവിടെ എത്രയാണ് ഇപ്പുറത്തെ സൈഡ്. ഇത് വെള്ളം ഒഴിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. നമ്മൾ 2 കോളം സ്പോണായി കഴിച്ച്
ഏത് ഗൈസ് നമ്മുടെ ഇത് എഫിഷ്യൻസ് ആണെന്ന് തോന്നുന്നു. എഫിഷ്യൻസി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല കിണ്ണ ഫാമാണെന്ന് തോന്നുന്നു, വൈൻ ഫാമാണെന്ന് തോന്നുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റിയാൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് പറയുമ്പോൾ തിരിഞ്ഞു പോയി. ഓക്കെ, നമുക്കതവിടെ പൊട്ടിക്കണം. അവിടെ ഹോപ്പർ വെക്കണം, എന്നിട്ട് താഴോട്ട് 2 ചെസ്റ്റ് വെക്കണം. നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഓക്കെ, താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഇത് വെക്കാം. അത് കണക്റ്റ് ആയിട്ടില്ലായിരിക്കും, ഒരു ചെസ്റ്റേ വെക്കുന്നുള്ളൂ. അത്രയ്ക്കൊക്കെ വരത്തുള്ളൂ. കാരണം നമ്മൾ FK വയ്ക്കുമ്പോഴല്ലേ നമ്മൾ പിന്നെ എടുത്തുകൊണ്ടും പോകും. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്തായാലും ഇത് പൊളിച്ചിട്ട് ഇങ്ങോട്ടൊന്നുകൂടെ വെക്കണം. കാരണം അവിടെ സെറ്റായിട്ടില്ല. ഓക്കെ, നമുക്കിനി വെള്ളം അവിടെ നിന്ന് ഇരിക്കണം. ഞാൻ അവിടെ ഒരു സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ട് കാണും. ഞാൻ ഈ കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഹോപ്പർ വർക്കിംഗ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും മേലോട്ട് കുടിച്ച് കയറണം. അതിന് പോയി ഇതെടുക്കട്ടെ കയ്യിലോട്ട്. ഓക്കെ, ഫുഡ് ഹെൽത്തൊന്നുമില്ല. ഹെൽത്തൊക്കെ കുറവാണ്. അപ്പോൾ ഫുഡൊന്നും തിന്നാറുമില്ല. ഇതിൻ്റെ പുറകെ നടന്ന് ഇടയ്ക്കൊക്കെ അയൺകോളത്തിൻ്റെ അടി കൊണ്ടു എത്ര വട്ടം ചത്തെന്നറിയോ? ഇഷ്ടം പോലെ വട്ടം ഞാൻ ചത്ത് കഴിച്ചു. ഭയങ്കര ടാസ്ക്കായിരുന്നു വില്ലേജിനെ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ അയൺകോളമൊക്കെ ഒന്ന് സ്പോണായി. ഓക്കെ, ജസ്റ്റ് നമ്മളിവിടെ ഫുള്ള് ഇങ്ങോട്ട് മൈൻഡ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ഒക്കെ വെള്ളം ഒഴിക്കാം. ഓക്കെ, എന്തായാലും വെള്ളം ഒഴിക്കാൻ ചെറിയ ലാഗടിച്ചു. അവിടെ സൈനിങ് ബോർഡ് അറിയാതെ വെച്ചാണ് കേട്ടോ. അത് ആ വെള്ളത്തിൻ്റെ കൂടെ വന്നോളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടോട്ട് വെള്ളം ഒഴിക്കാം. ഇവിടെ 4 പിന്നെ 3 പിന്നെ 2 1 അങ്ങനെയാണ് ബ്ലോക്ക് വെച്ചേക്കുന്നത്. ഓരോന്ന് കൂടുന്തോറും ഒരെണ്ണം കുറയും. അങ്ങനെയാണ് ഗൈസ്. ഇത് കണ്ടോ, ചാവുന്നുണ്ട് നമ്മുടെ ഗോളം ചാവുന്നുണ്ട്. 2 പേരാണ്ട് ഇച്ചിരി താമസം എടുക്കും. 2 പേര് ചത്തവരെ. നമുക്ക് നോക്കാം, ചാവും. ചത്ത് ഗൈസ്. അയൺ അവിടെ കിടക്കുന്നത് കണ്ടോ? അവിടെ നിന്ന് എന്തോ തെറ്റി ഗൈസ്. ഞാൻ പറയാം, ഇവിടെ ബ്ലോക്ക് വെച്ചത് തെറ്റിയതാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും വെള്ളം എടുക്കട്ടെ. അവൻ ചാവട്ടെ, അവൻ ചത്തിട്ടെ. ഓക്കെ, ഞാൻ ഇവിടെ മൊത്തം 5 എണ്ണം വെച്ചിട്ടാണ് വെക്കേണ്ടത്. ഇവിടെ ഒന്നും കൂട്ടി കൊടുത്താൽ മതിയോ? വെള്ളം വീണ്ടും ഒഴിച്ച് കണ്ടോ? ഞാൻ എടുക്കണ്ടോ? അവിടെ എടുത്തില്ല, അവിടെ വരെ പോകത്തില്ല. ഓക്കെ, എന്നിട്ട് 2 ബ്ലോക്ക് ഇത് വരും, ഇവിടെ വരും. ഓക്കെ, അതിൽ നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് കൂടെ വെച്ച് കൊടുക്കാം. അവിടെ ഒരു ബ്ലോക്ക് വെക്കണം, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. ഇപ്പോൾ ഇവിടെ 5 എണ്ണവും. ഇവിടെ വെക്കുമ്പം ഇവിടോട്ട് വെക്കുമ്പോൾ ഇവിടെ 4, ഇവിടെ വെക്കുമ്പോൾ ഇവിടെ 3, 2 പിന്നെ 1. ഇനി വെള്ളം ഒഴിച്ച് നോക്കാം ഫസ്റ്റ് നമുക്ക്. ഓക്കെ, ഇറ്റ്സ് വർക്കിംഗ് ഗൈസ്, ഇറ്റ്സ് വർക്കിംഗ്. അത് തന്നെ ഗൈസ്, കറക്റ്റ്. അപ്പോൾ തന്നെ ഇനി മേലോട്ട് പോകണം. അതിന് പോയി വെള്ളം സ്റ്റോപ്പാക്കട്ടെ. വെള്ളം സ്റ്റോപ്പാക്കിയിട്ട് നമ്മൾ മേലോട്ട് കയറിയിട്ട് വീണ്ടും വെള്ളം വയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലോയിൽ നമ്മളങ്ങ് പോകും. പിന്നെ ബ്ലോക്ക് വെക്കാൻ ഭയങ്കര പാടാണ്. അതാണ്. ഓക്കെ, ഇതിന് ട്യൂട്ടോറിയൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങളത് കണ്ട് ചെയ്താൽ മതി. ഇത് കണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, നമുക്ക് നേരെ പണിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ജസ്റ്റ് നോക്കാം, ഏതെങ്കിലും ഒരു അയൺ ഗോളം സ്പോണാകുന്നുണ്ടോ എന്ന്. ഇപ്പോൾ 2 പേര് ചത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് എത്ര അയൺ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഈ കയ്യിരിക്കുന്ന വേണം. നേരത്തെ അയൺ ഗോളത്തിനെ കൊന്നത് തന്നെയാണ്. ഓക്കെ, അത് നമ്മളെ സ്വാമി വന്നത്, പിന്നെ അല്ലാതെ പുറത്ത് നിന്നതൊക്കെയാണ് കൊന്നത്. നമുക്കതിലും കുറച്ച് നേരം നോക്കിയിരിക്കാം. ഓക്കെ, നമ്മളിപ്പം നോക്കുമ്പോൾ ഇതാണ്ട് ഒരു അയൺ ഗോളം വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം FK നിന്നില്ല, 2 സെക്കൻഡ് പോലും FK നിന്നില്ല. അപ്പോഴത്തേക്ക് വന്ന് ഞാൻ നോക്കിയാൽ പെട്ടെന്ന് വന്നു. നമുക്കെന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ടാണെന്ന് എല്ലാവർക്കും ബൈ, സീ യു.